ബാബുച്ചേട്ടന് മണിക്കൂറുകളോളം ബൈബിൾ വായിക്കായിരുന്നു. എണീറ്റിരിക്കാൻ പറ്റാത്ത സമയങ്ങളിൽ കിടന്നു കണ്ണീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറയാം, അമ്മേ നീ ഇത്രയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന മകനല്ലേ അമ്മേ, നീ ഒരിക്കലും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വിടല്ലേ അമ്മേ. ബോൺമാരോ ചെയ്തു. ഇത് ഡോക്ടർ ആദ്യം നോക്കിയപ്പോൾ ഇത് ക്യാൻസർ ആണെന്ന് 80% തന്നെ ഇത് 2ാം സ്റ്റേജിലായിട്ടുണ്ട്. അസ്ഥികളിലെല്ലാം കറുപ്പ് വീണിട്ടുണ്ട്. ഇത് അസ്ഥികളെല്ലാം പൊടിഞ്ഞു പോകുമെന്ന് പറഞ്ഞ ഡോക്ടർ ഇത് ലാസ്റ്റത്തെ സ്കാൻ ചെയ്തപ്പം എന്നോട് പറയുന്നത് അത്ഭുതമായിരിക്കുന്നല്ലോ, ഇതിനകത്ത് ഒന്നും കാണാനില്ല, ഇതിപ്പോൾ അസ്ഥികൾക്കൊക്കെയാണെങ്കിൽ നല്ല അന്നത്തെ അതൊന്നും കാണാനില്ല, അതെല്ലാം മാഞ്ഞു പോയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ഷൈനി ബാബു. ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിൽ പാല എന്ന സ്ഥലത്തു നിന്നാണ്. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ഞാൻ 2023 മെയ് 22-ാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. കഴിഞ്ഞ വർഷം മാർച്ചിൽ ഞാൻ ഉടമ്പടി സാക്ഷ്യം പറഞ്ഞതാണ്. ഇത് 2ാമത്തെ സാക്ഷ്യമാണ്. ആദ്യമായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞങ്ങൾ ഈ പ്രത്യക്ഷീകരണത്തിന് സാക്ഷ്യമായി അൾത്താരയിൽ 2ാമത് നിർത്താൻ അനുവദിച്ചതിന് അമ്മയോട് കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ ഭർത്താവ് ഒരു ഓട്ടോ ഡ്രൈവറാണ്. ഞങ്ങൾക്ക് ഒരു ഓട്ടോ ഉണ്ടായിരുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മൂലം ആ വണ്ടി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അതിനുശേഷം ഒരാളുടെ വണ്ടി കൂലിക്ക് ഓടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ വണ്ടി ഞങ്ങൾക്ക് ഇല്ലാതെയായി. കുറച്ച് സമയങ്ങളിൽ വണ്ടിയില്ലാതെ വീട്ടിലിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ദൈവദൂതനെ പോലെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സിസ്റ്റർ വന്നു. സിസ്റ്റർ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ഈശോയോട് ഞങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരോട് സഹായം അഭ്യർത്ഥിച്ച് ഞങ്ങൾക്ക് ഒരു വണ്ടി വാങ്ങിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് ഈശോയിൽ സാധിച്ചു തന്നു. ഒരു പഴയ വണ്ടിയാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷേ അമ്മ ആഗ്രഹിച്ചത് ഞങ്ങൾക്ക് ഒരു പുതിയ വണ്ടി തന്നെ തരണമെന്നായിരുന്നു. ഞങ്ങളത് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾ അമ്മയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ 3 പ്രാവശ്യത്തെ ജപമാല റാലിയിൽ ഞങ്ങൾ പങ്കെടുത്തുകൊണ്ടിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞങ്ങൾക്കിത് അമ്മ തരുന്നതാണെങ്കിൽ എനിക്ക് ജപമാല റാലിക്ക് മുമ്പ് ഈ വണ്ടി ഞങ്ങൾക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചു. ജപമാല റാലിക്ക് വരുന്നതിൻ്റെ തലേ ദിവസം ഈ വണ്ടി ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് എത്തിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ജപമാല റാലിയിൽ പങ്കെടുത്തത്. അങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയി എന്നും രാവിലെ ജപമാല വണ്ടിയായിട്ടിരുന്ന് ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഈശോയോടും അമ്മയോടും പറയും, ഈശോയെ നീ ആയിരിക്കണമേ ഈ വണ്ടി കൊണ്ടു നടക്കുന്നത്, അമ്മേ നീ ആയിരിക്കണമേ ഈ വണ്ടിയിലെ ആദ്യത്തെ യാത്രക്കാരി എന്ന് പറഞ്ഞാണ് രാവിലെ ഈ വണ്ടി ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് പൊയ്ക്കൊണ്ടിരുന്നത്. ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ പൊയ്ക്കൊണ്ട സമയത്ത് എൻ്റെ മനസ്സിൽ എപ്പോഴും പറയുമായിരുന്നു, ബാബുച്ചേട്ടനെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കണം. അപ്പം ഞാൻ മനസ്സിലോർത്തു, അമ്മേ ഞാൻ ഉടമ്പടിയിലാണല്ലോ, പിന്നെ എന്തിനാ 2 ഉടമ്പടി ഒരു വീട്ടിൽ നിന്ന്. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിലെല്ലാം എന്നോട് അമ്മ പറയും, ബാബുച്ചേട്ടനെ ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസം ഞങ്ങൾ 7-ാം തീയതി ഇവിടെ വരാൻ ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ അമ്മ എന്നോട് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു അതിനു മുമ്പ് ഉടമ്പടി എടുക്കണമെന്ന്. ഞങ്ങൾ 2025 ഡിസംബർ 3-ാം തീയതി വന്ന് ബാബുച്ചേട്ടന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞങ്ങൾ തിരിച്ചു പോയി. പക്ഷേ ഡിസംബർ 20-ാം തീയതി ആയപ്പോഴത്തേക്കും രാവിലെ ശാരീരിക അസ്വസ്ഥതകളുണ്ടായിരുന്നു. പക്ഷേ ഡിസംബർ 20-ാം തീയതി രാവിലെ ആയപ്പം കട്ടിൽ നിന്ന് എഴുന്നേൽക്കുവാൻ ബുദ്ധിമുട്ട്, നേരെ നിൽക്കുവാൻ പറ്റുന്നില്ല, ഒരു വശത്തേക്ക് ചെരിഞ്ഞു പോകുമായിരുന്നു. ഞങ്ങൾ ഡോക്ടറെ അടുത്ത് ചെന്നു. ഡോക്ടർ ആദ്യമേ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്ത് നോക്കിയപ്പം ഡോക്ടർ സംശയം പറഞ്ഞു, ക്യാൻസറാണോ, അസ്ഥികൾക്ക് ക്യാൻസറാണെന്ന് സംശയം പറഞ്ഞു. രണ്ടാമത് ഞങ്ങളോട് പറഞ്ഞു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. ആ സമയങ്ങളിലൊന്നും നൂർന്നു നിൽക്കാനോ തന്നെ എണീറ്റിരുന്ന് ഭക്ഷണം വാരി കഴിക്കാനോ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ നിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്ത് നിർത്തിയിരിക്കുന്ന ആളാണ്, നീ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നോട്ടെ, ഞങ്ങൾക്ക് തരുന്ന സഹനങ്ങൾ സഹിക്കുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണേ എന്ന് ഞങ്ങൾ ഈശോയോടും അമ്മയോടും ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ നല്ല ധൈര്യത്തിൽ തന്നെ ഇരുന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു, എന്ത് വന്നാലും ഞാൻ സഹിക്കും, പക്ഷേ എന്താണ് നീ തന്നെ തീരുമാനിച്ചോ, ഞങ്ങൾക്ക് തരുന്ന സഹനങ്ങൾ ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്ന് ഞങ്ങൾ അമ്മയുടെ മുന്നിൽ പറഞ്ഞു. പിന്നെ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു അസ്ഥികൾക്ക് ക്യാൻസറാണ്, അസ്ഥികളുടെ ബലം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇനി ഒരിക്കലും ഈ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല, എണീറ്റ് നടക്കാനും ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്, പതുക്കെ വീട്ടിൻ്റെ അകത്തുകൂടെ മാത്രം പതുക്കെ വടിയെ കുത്തിപ്പിടിച്ച് നടക്കുക, തട്ടാനോ മുട്ടാനോ ഒന്നും പറ്റത്തില്ല, അങ്ങനെ പറ്റിയെങ്കിൽ അസ്ഥികൾ ഒടിഞ്ഞു പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ നിന്നോട് ആഗ്രഹം ചോദിച്ചു നീ ഞങ്ങൾക്ക് ഈ വണ്ടി തന്നു, ഈ വണ്ടി ഇങ്ങനെ മുറ്റത്ത് കൊണ്ടിടാനായിരുന്നെങ്കിൽ എന്തിനാ അമ്മേ നീ ഞങ്ങൾക്ക് തന്നത്, ഇത് അന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അന്നേരം എൻ്റെ മനസ്സിൽ ഞാൻ എന്നും രാവിലെ പോകുമ്പോൾ ജപമാല വണ്ടിക്കകത്തിരുന്ന് ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ പ്രത്യാശയുണ്ട്, ഒരിക്കലും ഇങ്ങനെയൊരു അസുഖത്തിലേക്ക് അമ്മ ഞങ്ങളെ തള്ളിവിടത്തില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മയെ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിൽ സാധ്യമാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു, ഞാൻ നിന്നിലും ഈശോയിലും വിശ്വസിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും, എന്തായാലും ഞങ്ങൾ സഹിക്കാനുള്ള കൃപ മാത്രമേ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഡോക്ടറെ കാണും, ടെസ്റ്റുകൾ നടത്തും. ആ സമയങ്ങളെല്ലാം ഡോക്ടർ പൂർണ്ണമായിട്ടും ബോൺ ക്യാൻസർ ആണെന്ന് സ്വീകരിച്ചു, ബോൺമാരോ ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞമ്മേ മെയ് 1-ാം തീയതി നിൻ്റെ ദിവസമാണ്, ആ ദിവസം ഞാൻ ചോദിച്ചതിന് ഉത്തരം നീ എനിക്ക് തരണം, ഈ വണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നും ബാബുച്ചേട്ടൻ്റെ ഈ അസുഖം ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു നീ എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു.
സ്കാനിങ്ങിൻ്റെ എല്ലാ റിപ്പോർട്ടും ടെസ്റ്റുകളുടെ റിസൾട്ടും ഏപ്രിൽ 29 കിട്ടി. ഡോക്ടറെ കാണാൻ വേണ്ടി പോയി. ഡോക്ടറെ ഇതെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ഇതിനകത്ത് ഇപ്പം ഇതൊന്നും കാണുന്നില്ലല്ലോ, ഇത് ഭയങ്കര അത്ഭുതമായിരിക്കുന്നു, ഇപ്പം അസ്ഥികൾക്കൊക്കെ നല്ല ഒരു ബലം വന്നിട്ടുണ്ട്, പുള്ളിക്കാരന് വണ്ടി ഓടിക്കണമെങ്കിൽ ഓടിക്കാം, ക്യാൻസറിൻ്റെതായ യാതൊരു ലക്ഷണവും ഇതിനകത്ത് കാണിക്കുന്നില്ല. നേർച്ച വസ്തുക്കൾ ഞാൻ മെയ് 23 2023 ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഞങ്ങൾ എന്നും രാവിലെ അച്ഛനെ പ്രാർത്ഥന ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ നെറ്റിയെ കുരിശ് വരച്ച് ഉപ്പും തേനും കഴിച്ച് അന്ന് തൊട്ട് ഇന്ന് വരെ ഈ നിമിഷം വരെ ആദ്യം അതാണ് ഞങ്ങളുടെ ഭക്ഷണം. അതുപോലെ ഈ നേർച്ച വസ്തുക്കൾ തൈലം നട്ടലിലും കാലയിലും വേദനയുള്ള എല്ലാ ഭാഗങ്ങളിലും ഞാൻ പൂശി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അമ്മോട് പറയും, അമ്മ ഇതാണ് ഞങ്ങളുടെ മരുന്ന്. പിന്നെ ഞങ്ങൾ വൈദ്യശാസ്ത്രത്തിൽ ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, പൂർണ്ണ സൗഖ്യം നൽകി നീ അനുഗ്രഹിക്കുമെന്ന് എനിക്ക് വിശ്വസിക്കുന്നു, ഒരിക്കലും ഇങ്ങനെയൊരു രോഗം നീ തരികയില്ലെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. പിന്നെ ബാക്കി എന്താണോ നിൻ്റെ ഇഷ്ടം എന്ന് ഞാൻ പറഞ്ഞു. എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, ഒത്തിരി കരയുമായിരുന്നു. ഞാൻ ആരുടെ മുന്നിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കില്ല, എൻ്റെ ദൈവത്തിൻ്റെ മുന്നിൽ ഞാൻ ഒത്തിരി സമയം ചിലവഴിക്കും. ഞാൻ ബൈബിൾ വായിക്കും. അതുപോലെ ബാബുച്ചേട്ടന് മണിക്കൂറുകളോളം ബൈബിൾ വായിക്കായിരുന്നു. എണീറ്റിരിക്കാൻ പറ്റാത്ത സമയങ്ങളിൽ കിടന്നു കണ്ണീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറയാം, അമ്മേ നീ ഇത്രയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന മകനല്ലേ അമ്മേ, നീ ഒരിക്കലും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വിടല്ലേ അമ്മേ. അപ്പോഴൊക്കെ എനിക്ക് നല്ല ഉറപ്പായിരുന്നു, എൻ്റെ ദൈവം ഒരിക്കലും ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വിടിയല്ല. പിന്നെ സഹനങ്ങൾ ദൈവം നമുക്ക് സഹിക്കാൻ പറ്റുന്ന സഹനങ്ങളെ തരുവുള്ളെന്നും എനിക്കറിയാം. ദൈവത്തിന് ഇഷ്ടമുള്ളവരെ ദൈവം നമുക്ക് സഹനങ്ങളിൽ കൂടെയാണ് നമ്മൾ ദൈവത്തെ നേടേണ്ടതെന്നും എനിക്കറിയാം. ഞാനൊരു ഹിന്ദുവാണ്. പക്ഷെ ഞാൻ ഈ 3 വർഷക്കാലം ഇന്ന് വരെ എൻ്റെ ദൈവത്തിൻ്റെ നാമം അല്ലാതെ വേറൊരു നാമം എൻ്റെ വായിൽ നിന്ന് ഒരിക്കലും വരികയില്ല. ഞങ്ങളുടെ ജീവിത അവസാനം വരെ ഞങ്ങൾ ഈ ദൈവത്തിൽ തന്നെ ഉറച്ച് വിശ്വസിക്കും. ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കും ഉടമ്പടിയിൽ. ഞങ്ങൾ മരണത്തോളം ഞങ്ങൾ അങ്ങനെ തന്നെ ജീവിക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് അത് കഴിഞ്ഞ് 29 ഡോക്ടർ ഇത് പറഞ്ഞു. അപ്പം മെയ് 1 ഞാൻ അമ്മയോട് ചോദിച്ച ദിവസമാണ്. ആ ദിവസം അമ്മ എനിക്ക് ഉത്തരം തന്നു, അസുഖങ്ങളൊന്നുമില്ല, ഈ വണ്ടി ഇവൻ തന്നെ ഓടിക്കും, കൊണ്ട് നടക്കുമെന്ന് അമ്മ ഉറപ്പ് തന്നു. പക്ഷേ മെയ് 1 എൻ്റെ അമ്മയുടെ മുന്നിൽ ഓടി വന്ന് ഇത് സാക്ഷ്യപ്പെടുത്തണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇത്രയും ദിവസം നീണ്ടുപോയെന്ന് ഞാൻ അമ്മോട് ക്ഷമ പറയുന്നു. പെറ്റ് സ്കാൻ എടുത്തു, CT സ്കാൻ MRI സ്കാൻ എടുത്തു, ബോൺമാരോ ചെയ്തു. ഇത് ഡോക്ടർ ആദ്യം നോക്കിയപ്പോൾ ഇത് ക്യാൻസർ ആണെന്ന് 80% തന്നെ ഇത് 2ാം സ്റ്റേജിലായിട്ടുണ്ട്. അസ്ഥികളിലെല്ലാം കറുപ്പ് വീണിട്ടുണ്ട്, ഇത് അസ്ഥികളെല്ലാം പൊടിഞ്ഞു പോകുമെന്ന് പറഞ്ഞ ഡോക്ടർ ഇത് ലാസ്റ്റത്തെ സ്കാൻ ചെയ്തപ്പം എന്നോട് പറയുന്നത് അത്ഭുതമായിരിക്കുന്നല്ലോ, ഇതിനകത്ത് ഒന്നും കാണാനില്ല, ഇതിപ്പോൾ അസ്ഥികൾക്കൊക്കെയാണെങ്കിൽ നല്ല അന്നത്തെ അതൊന്നും കാണാനില്ല, അതെല്ലാം മാഞ്ഞു പോയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ദൈവത്തിന് കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ ദൈവമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചത് ഞങ്ങൾക്ക് 100% അറിയാം. ഒരിക്കലും മരുന്നോ ഒന്നുമല്ല, എൻ്റെ അമ്മയുടെ എൻ്റെ ഈശോയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് മാത്രമാണ് ഇപ്പം ഇങ്ങനെ നിൽക്കാനോ എണീറ്റ് തന്നെ നിൽക്കാനോ നേരെ നിൽക്കാനോ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞങ്ങൾ. അമ്മയുടെ അടുത്ത് ആ വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന് അമ്മയുടെ മുന്നിൽ വന്ന് സാക്ഷ്യം പറയണമെന്നാണ് ചേട്ടൻ ആഗ്രഹിച്ചത്. അതുപോലെ തന്നെ ഞങ്ങൾ വന്ന് വണ്ടിയും കൊണ്ടുമാണ് വന്നത്. നാളെ മുതൽ അമ്മയോട് ഒന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ട് നാളെ മുതൽ ആ വണ്ടി ഓടിക്കാൻ ഞങ്ങൾ വാവുത്തരം പോവുകയാണ്. പിന്നെ ഞങ്ങളുടെ ആ പരിശുദ്ധ അമ്മ വഴി ഈശോയിലൂടെ ഞങ്ങൾക്ക് വണ്ടി എടുക്കാൻ സാധിച്ചതെന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച ആ സിസ്റ്ററിനെ ഞാൻ ഈ സമയം ഓർക്കുന്നു. ഞങ്ങൾക്ക് പലരോടും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചാണ് ഞങ്ങൾക്ക് വണ്ടി തന്നത്. ഞങ്ങൾക്ക് തന്ന ഓരോ അനുഗ്രഹങ്ങളും എൻ്റെ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് എനിക്ക് പൂർണ്ണമായിട്ടറിയാം. ഓരോ നിമിഷവും എൻ്റെ കൂടെ ഞാൻ വിളിക്കുമ്പോഴൊക്കെ എൻ്റെ അമ്മ എനിക്ക് ഉത്തരം തരുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു അസുഖം ഇങ്ങനെ തന്നപ്പോൾ ഞാൻ ഓർത്തു. പക്ഷേ എൻ്റെ അമ്മ എനിക്ക് മുമ്പേ തന്നെ എൻ്റെ അമ്മയെ അറിഞ്ഞു ഇങ്ങനൊരു അസുഖം ബാബുച്ചേട്ടന് വരുന്നുവെന്ന്. അതുകൊണ്ടാണ് എൻ്റെ അമ്മ എന്നെ ഓർപ്പിച്ചത് ആബുച്ചേട്ടനെ ഉടമ്പടി ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് അമ്മ ആഗ്രഹിച്ചത്. അമ്മയുടെ കൂടെ ഉടമ്പടിയിലായിരുന്നു. അപ്പോൾ അമ്മ ആ വന്ന രോഗം അമ്മ എടുത്തു മാറ്റി. അത് ഇപ്പം ആദ്യത്തെ ഉടമ്പടി പുതുക്കിയതുള്ളൂ. 2ാമത്തെ ഉടമ്പടി അടുത്ത മാസം 16-ാം തീയതിയാണ് ബാബുച്ചേട്ടനെ പുതുക്കേണ്ടത്. അതിന് മുമ്പേ തന്നെ പൂർണ്ണ സൗഖ്യം തന്ന് അനുഗ്രഹിച്ച എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിരുന്നു. ഞങ്ങൾ പത്രം മേടിച്ചോളൂ, ബാബുച്ചേട്ടൻ ഏറ്റു വന്ന് കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ബാബുച്ചേട്ടൻ കൊടുക്കണ്ട, ഞാൻ ഈ പത്രം കൊടുത്തോളാം എന്ന് പറഞ്ഞു. പക്ഷേ പെട്ടെന്ന് ഒരു സമയത്ത് എന്നോട് പറഞ്ഞു, ഷൈനി ഞാൻ ഈ പത്രം കൊടുക്കാമെന്ന് പറഞ്ഞ് ആ മേലാത്ത അവസ്ഥയിൽ ആ പത്രം ആ വെയിലത്തൂടെ നടന്ന് ഈ ബോൺമാര ടെസ്റ്റ് നടത്തുന്ന തലേദിവസം ബാബുച്ചേട്ടൻ നടന്ന് കൊടുത്തു. അപ്പം അന്നേരം എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു. ബാബുച്ചേട്ടൻ ടെസ്റ്റ് നടത്തുമ്പോൾ ഒരു കുഴപ്പം ഉണ്ടായാലും എനിക്ക് 100% ഉറപ്പായിരുന്നു. പിന്നെ ഞാൻ ഡോക്ടർ പറഞ്ഞതുകൊണ്ട് മാത്രം ടെസ്റ്റുകൾ നടത്തി. പക്ഷേ ഞാൻ ഇന്നും എപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തനം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഓരോ സമയങ്ങളിലും മനുഷ്യരല്ല ഞാൻ ആശ്രയിക്കുന്നത്, ഞാൻ എൻ്റെ ദൈവത്തെ ആശ്രയിക്കുന്നത്. എല്ലാ സമയങ്ങളിലും എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ മരണാവസാനം വരെ ദൈവത്തിൻ്റെ കൂടെ ഉടമ്പടിയിൽ ജീവിക്കുവാനും ഞങ്ങൾക്ക് പറ്റുന്ന പോലെ കാരുണ്യ പ്രവൃത്തി എനിക്ക് പറ്റുന്ന പോലെ ആർക്കെങ്കിലും അസുഖം എന്നൊക്കെ പറയുന്നവർക്ക് എൻ്റെ കയ്യിലുള്ളതുപോലെ ഞാൻ സഹായിക്കാറുണ്ട്. പിന്നെ ആശുപത്രികളിൽ എനിക്ക് പറ്റുന്ന സമയത്ത് ഞാൻ പൊതിച്ചോറ് കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ എന്നോട് ഈശോയെക്കുറിച്ചും അമ്മയെക്കുറിച്ചും എന്നോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയാവുന്നതിലപ്പുറം ഞാൻ അവരോട് സംസാരിക്കും. പിന്നെ ഈ കൃപാസനത്തെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും എന്നോടും അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെയാണെങ്കിലും ഞാൻ പ്രതികരിക്കും. ഞാൻ പറയും, എൻ്റെ അമ്മയെ അറിഞ്ഞു വേണം നിങ്ങൾ സംസാരിക്കാമെന്ന് പറയും. പിന്നെ
ഞാൻ രാവിലെ 5:30 ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ 4 മണിക്ക് എണീറ്റ് പ്രാർത്ഥിക്കും. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ജപമാല ചൊല്ലും. പറ്റുമ്പോൾ ഫുൾ ജപമാല ചൊല്ലും. ഇല്ലെങ്കിൽ ഒരു ജപമാല എങ്കിലും ചെല്ലാത്ത ഒരു ദിവസം എൻ്റെ ജീവിതത്തിലില്ല. അതുപോലെ ബൈബിൾ ഞങ്ങൾ രണ്ടുപേരും വായിക്കും. ഞങ്ങൾക്ക് പറ്റുന്ന സമയങ്ങളിലെല്ലാം ഞങ്ങൾ ദൈവത്തെ വിളിക്കും. കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തും. എനിക്ക് ഏത് സമയം എപ്പോൾ കിട്ടിയാലും ഞാൻ എൻ്റെ ഈശോയെ എൻ്റെ അമ്മയെക്കുറിച്ച് ഞാൻ വാതോരാതെ പറയും. എനിക്കതാണ് ഏറ്റവും സന്തോഷം. ഈ മരണാവസാനം വരെ എൻ്റെ അമ്മയുടെ കൂടെ തന്നെ ഉടമ്പടി ജീവിക്കാനും എൻ്റെ അമ്മയെ അറിയാനും വചനം എന്താണെന്ന് മനസ്സിലാക്കാനും എനിക്ക് കൃപ തരണമേ എന്ന് ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുന്നു. ഇത്രയും വലിയ അനുഗ്രഹങ്ങളും കൃപകളും തന്ന് ഞങ്ങളുടെ കുടുംബത്തെ ഈ പ്രത്യക്ഷീകരണത്തിന് സാക്ഷ്യമാക്കി ഈ അൾത്താരയിൽ ഒന്നും കൂടെ നിർത്തുവാൻ അനുവദിച്ച എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 7-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു. അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട. അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. ഷൈനി ബാബു നമ്മോട് തൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് കർത്താവിൻ്റെ ഇടപെടലുകൾ ഉണ്ടായത് എന്ന് അനുഭവ സാക്ഷ്യം പങ്കുവെച്ച് നാം കേൾക്കുകയാണ്. തങ്ങൾക്ക് ഉപജീവന മാർഗമായി ഉണ്ടായിരുന്ന ഒരു ഓട്ടോറിക്ഷയിൽ തുടങ്ങി പിന്നീട് അത് തങ്ങൾക്ക് നഷ്ടപ്പെടുന്നതും വീണ്ടും തങ്ങൾക്കതൊരു വ്യക്തിയിലൂടെ, ഒരു സിസ്റ്റർ പലരോട് ചോദിച്ച് അവർക്കത് പലരും സഹായിച്ച് വീണ്ടും ഒരു ഓട്ടോ കിട്ടുന്നതും, എന്നാൽ വീണ്ടും അവിടെ ആ ഓട്ടോ ഓടിക്കുവാനായിട്ടുള്ള വ്യക്തിക്ക് ക്യാൻസർ രോഗം ബാധിക്കുന്നു, ബോൺ ക്യാൻസർ. പിന്നീട് ഓട്ടോ തുടരുത്, അത് എല്ലെല്ലാം ഒടിഞ്ഞു പോകും, ഒട്ടും ബലമില്ല. ഇതൊക്കെയാണ് ഡോക്ടേഴ്സ് പറയുന്നത്. നാം കേട്ടതാണിത്. ഈ ഒരവസ്ഥയിൽ ഉടമ്പടി എടുത്ത മകളായിരുന്നു ഷൈനി. താൻ എന്നാണ് ഉടമ്പടി എടുത്തതെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. 2023 മെയ് 22-ാം തീയതി ആ ഉടമ്പടി എടുത്ത മകളുടെ ജീവിതത്തിലാണ് തങ്ങൾക്കുണ്ടായിരുന്ന ഉപജീവന മാർഗം നഷ്ടപ്പെടുന്നു. തൻ്റെ ഹസ്ബൻഡിന് ക്യാൻസർ വരുന്നു. അപ്പോൾ ഉടമ്പടി എടുത്തത് കൊണ്ട് എല്ലാം ശുഭമാകുമെന്നില്ല എന്നുള്ളത് നാം ആദ്യം മനസ്സിലാക്കുക. എന്നാൽ ഇവിടെ ഷൈനിയുടെ ജീവിതത്തിൽ ഷൈനിക്കെല്ലാം ശുഭമായിരുന്നു. ഒരിക്കലും ആളുകളുടെ മുമ്പിൽ ഞാൻ കരഞ്ഞിട്ടില്ല. എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാൻ കരഞ്ഞത്. അത് ഈ മകൾക്ക് പരമ്പരാഗതമായിട്ട് കിട്ടിയ ഒരു വിശ്വാസം ആയിരുന്നില്ല. താൻ എന്ന് ഈ ഉടമ്പടി എടുക്കുവാനായിട്ട് ഈ ആലയത്തിൽ വന്നോ അന്ന് മുതൽ താൻ കേട്ട ദൈവത്തെക്കുറിച്ച്, താൻ അനുഭവിച്ച ദൈവത്തെക്കുറിച്ച് അത് ആഴമായിട്ടുള്ള ഒരു ജീവശ്വാസമാ എന്ന രീതിയിൽ ഈ മകള് തൻ്റെ ജീവിതത്തിൽ ഉൾക്കൊണ്ടു. അതുകൊണ്ട് തന്നെ തനിക്ക് പല ദുരന്തങ്ങൾ വരുന്നു എന്ന് തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചപ്പോഴും ആ മകള് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. തൻ്റെ വിശ്വസ്തതയെ വിട്ടുകൊടുക്കുവാൻ തയ്യാറായില്ല. അങ്ങനെയാണ് അമ്മ തോന്നിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. എൻ്റെ ജീവിതത്തിൽ അതൊരു തോന്നൽ മാത്രമാക്കാം നമുക്ക്. എനിക്കങ്ങനെ തോന്നിയതാകാം എന്ന് പറഞ്ഞ് നാം ആരെങ്കിലും സ്കിപ്പ് ചെയ്താൽ അവിടെയാണ് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനുള്ള ഉൾച്ചെവി നാം കൊട്ടിയടയ്ക്കുക. ഈ മകളോട് പറഞ്ഞു ഹസ്ബൻഡിനെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കണം. അപ്പോൾ താൻ ഉടമ്പടി എടുത്തതാണല്ലോ എന്ന് ചിന്തിച്ചെങ്കിലും ഹസ്ബൻഡിനെ കൊണ്ടുവന്ന് ഡിസംബർ 3-ാം തീയതി തന്നെ ഉടമ്പടി എടുപ്പിക്കുകയാണ്. അതിനുശേഷമാണ് ആ മകന് പിന്നീട് ഈ അസുഖത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി വ്യക്തമായിട്ട് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്കൊക്കെ മാറുന്നത്. നാം കേട്ട കാര്യങ്ങളാണിത്. എന്നാൽ ഇന്ന് ഈ അൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണം നടന്ന ഈ പുണ്യഭൂമിയിൽ ഈ മക്കൾ വന്നു നിന്ന് പറയുമ്പോൾ അവർക്ക് 100 നാവാണ്. ജീവിതത്തിൽ തങ്ങൾ അനുഭവിച്ച സത്യദൈവത്തെ, ആ സത്യദൈവം ഒന്ന് മാത്രമാണ് എൻ്റെ ജീവിതത്തെ തൊട്ടത്. എനിക്ക് കൃപാസനത്തെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. അതായത് നെഗറ്റീവായിട്ടുള്ളത് ഞാൻ അവരോട് പ്രതികരിക്കും. അതാണ് തീഷ്ണത കൊണ്ട് ജ്വലിക്കുകയാണ് യെശയ്യാ പ്രവാചകനെ പോലെ ഉടമ്പടിയെടുത്ത ഒരു മകള്. പൊരി വെയിലത്തും പ്രേക്ഷിത പ്രവർത്തനം ചെയ്തു. ബോൺമാരോ ടെസ്റ്റിന് തലേ ദിവസം ചടഞ്ഞുകൂടി കിടക്കാമായിരുന്നു, വേദനയാണെന്ന് പറയാമായിരുന്നു. എന്നാൽ അവിടെയൊക്കെയല്ലേ എക്സ്ട്രാ എഫേർട്ട്.
എന്താണ് നീ എടുക്കുന്ന എക്സ്ട്രാ എഫേർട്ട്? എവിടെയാണ് നീ എടുക്കുന്ന എക്സ്ട്രാ എഫേർട്ട് ദൈവത്തിന് വേണ്ടിയിട്ട്? അതാണ് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. അപ്പോഴാണ് വിധവയുടെ മകനെ ഉയിർപ്പിച്ച കർത്താവ് വന്നിട്ട് ഷൈനി കരഞ്ഞപ്പോൾ പറഞ്ഞത്, കരയേണ്ട, ഞാൻ അവനെ സുഖപ്പെടുത്തും. അതാണ് പിന്നീട് വന്ന ടെസ്റ്റിലൊക്കെ നാം കണ്ടത്. നേർച്ച വസ്തുക്കളുടെ മാത്രം ഉപയോഗം, അവിടെ ബ്ലാക്ക് മാർക്ക് ഉണ്ടായിരുന്ന ഓരോ ബോൺസിനും അതൊന്നും പിന്നെ ഇല്ല. എല്ലുകൾക്ക് നല്ല ഉറപ്പ്. പെറ്റ് സ്കാൻ വരെ എടുത്തു. അപ്പോൾ ഈ മക്കൾ ഇവിടെ ഇന്ന് വന്നതെന്ന് പറയുമ്പോൾ ഇനി അവരുടെ ജീവിതത്തിൽ അവരനുഭവിച്ച ദൈവത്തെ അവർ ഉച്ചസ്ഥിരം തുടർന്നും പ്രഘോഷിക്കും എന്നുള്ള അമ്മയുടെ തിരുനടയിൽ നിന്നുകൊണ്ടുള്ള വാക്കുകളിലാണ് അവരവരുടെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നത്. തങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനം, അതുപോലെ ബൈബിള് അണമുറിയാതെ അത് കട്ടിലിൽ കിടന്നുകൊണ്ട് പോലും ബൈബിൾ വായിക്കുന്നു. ദൈവവചനം ജീവവചനമായിട്ട് അത് തങ്ങളുടെ ഒരു ആഹാരമാക്കി അവർ മാറ്റുന്നു. ഇതൊക്കെ തന്നെയല്ലേ ഉടമ്പടി ജീവിതം? നാമും നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ കൂടുതൽ വിശ്വസ്തരാകാം. എത്രമാത്രം തടസ്സങ്ങൾ വന്നാലും ആ തടസ്സങ്ങളിൽ മനം മടുക്കാതെ ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകാനുള്ള ചങ്കൂറ്റമാണ് നമുക്ക് വേണ്ടത്. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തിലും ഏതിലും ദൈവിക പദ്ധതിയുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കാനുള്ള കൃപ തരണമേ എന്നതാകട്ടെ നമ്മുടെ പ്രാർത്ഥന. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം.